എല്ലാവർക്കും ഒരു നല്ല കാര്യം പറഞ്ഞു തരണമെന്ന് എനിക്ക് തോന്നുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ആളുകളും വളരെ ഇന്നസെൻ്റായിട്ട് എല്ലാത്തിനെയും നേരെ പോവുക, നേരെ തിരിച്ചു വരിക, ഒരു വളവുമില്ലാതെ സത്യസന്ധമായി ജീവിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ ആളുകൾ എല്ലാവരുടെ അടുത്തും ഓപ്പണായിട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനും നമ്മളെ കാര്യങ്ങളിൽ കൂടുതൽ ആത്മാർത്ഥത കാണിക്കാനും ഒക്കെ നിൽക്കും. അവർക്ക് ജീവിതത്തിൽ തോൽവി മാത്രമാണ്. ശരിയല്ലേ? നിങ്ങൾക്കും അങ്ങനെ ഉണ്ടായിട്ടില്ലേ? ഒന്ന് ഓർത്ത് നോക്കിയേ. എത്ര വേണ്ടപ്പെട്ടവരെന്ന് കരുതി നമ്മളുടെ ഉള്ളിലെ എല്ലാ കാര്യങ്ങളും അവരുടെ അടുത്ത് പറഞ്ഞ് അവരുടെ അടുത്ത് സ്നേഹവും അടുപ്പവും ഒക്കെ, അതൊരു സ്ത്രീക്ക് പുരുഷനോടാവാം, പുരുഷന് സ്ത്രീയോടാവാം, എങ്ങനെയും വേണമെങ്കിലാവാം, സുഹൃത്തുക്കളോടാവാം, മാതാപിതാക്കളോടത്തോളാവാം, എല്ലായിടത്തും ആവാം. പക്ഷേ നമ്മൾക്ക് എന്ത് പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതുപോലെയൊക്കെ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് അറിയുമോ? നമ്മുടെ ആത്മാർത്ഥതയാണ്. അധികം ആത്മാർത്ഥത കൊണ്ട് നടന്നാൽ അതുകൊണ്ട് ദോഷമല്ലാതെ ഒന്നും കിട്ടില്ല. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ്. പല ആളുകൾക്കും ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ. ആത്മാർത്ഥത കൊണ്ട് തൊഴിലിടങ്ങളിൽ വർഷങ്ങളോളം ജോലിക്ക് നിൽക്കുന്ന ഗൾഫിലൊക്കെ ഒത്തിരി പേരുണ്ട്. ആ സ്ഥാപനത്തിനോടുള്ള സ്നേഹം, പ്രതിബദ്ധത, ആത്മാർത്ഥത എന്നൊക്കെ പറയാം. എന്നിട്ട് അവസാനം അവർ തിരിച്ചു പോരുമ്പോൾ വണ്ടി കാശിന് പോലും കാശില്ലാതെ കടം മേടിച്ച് വരുന്ന എത്രയോ പ്രവാസികളുണ്ട് നമ്മുടെ നാട്ടിൽ, ഇല്ലേ? അപ്പോൾ നമ്മൾക്ക് പറ്റാത്ത ഇടത്ത്, നമ്മളെ സ്വീകരിക്കാത്ത മനസ്സുകളിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നതല്ലേ നല്ലത്? എന്തിനാണ് അവിടെ കടിച്ചു തൂങ്ങി അവരുടെ പരിഗണനയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്നത്? ഒരിക്കലും അങ്ങനെ നിന്ന് നമ്മുടെ ഭാവിയും, നമ്മുടെ സ്വസ്ഥത, സമാധാനം, നമ്മുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത എല്ലാം നമ്മൾ കെടുത്തുകയാണ്. നമ്മൾ ചെന്നുപെട്ട ഇടത്തിൻ്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അവരുടെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി. അത് കാരണം കൊണ്ട് ഞാൻ എല്ലാവരോടുമായി ഒരു നല്ല കാര്യം, ഇവരെ ഇതുപോലെ കൂടുതൽ ആത്മാർത്ഥത കാട്ടി നിന്നിട്ട് നിങ്ങൾക്ക് എന്ത് നേടി? എന്ത് കിട്ടി? ഒന്നും കിട്ടിയില്ല. നഷ്ടപ്പെട്ടതെല്ലാം നിങ്ങൾക്ക്, നിങ്ങളുടെ കുടുംബത്തിന്, നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ ഭാര്യയ്ക്ക്, അമ്മയ്ക്ക്, അച്ഛന്, നിങ്ങളുമായി ബന്ധപ്പെട്ട മറ്റു ആളുകൾക്ക്, അല്ലേ? ഇനിയെങ്കിലും ഒരു തീരുമാനമെടുക്കുക. ഇതുപോലെയുള്ള കൂടുതൽ ആത്മാർത്ഥതയും കൂടുതൽ പരിഗണനയും കൊടുത്തിട്ട് അവിടെ നിന്ന് എന്താണ് നമ്മൾക്ക് ലഭിക്കുന്നത്? അതിനാൽ എല്ലാവരും ഒരു പരിധിയിൽ കവിഞ്ഞ് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തം കാലിൽ നിൽക്കാനും സ്വന്തം കഴിവിൽ അഭിമാനം കൊള്ളുവാനും അതിനനുസരിച്ച് ജീവിതം കരുപിടിപ്പിക്കാനും നമ്മൾ എന്ന് തീരുമാനിക്കുന്നു അന്ന് നമ്മൾ ജീവിതത്തിൽ സക്സസ് ആയിക്കൊണ്ടിരിക്കും, വിജയിച്ചുകൊണ്ടിരിക്കും. അതല്ലേ ശരി? അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ.